ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറേ സ്നേക്ക് പ്ലാന്റുകളെ പരിചയപ്പെട്ടാലോ. അപ്പോൾ എല്ലാവർക്കും ജെസ്സിസ് ഗാർഡൻ വോയിസിലേക്ക് ഒന്നുകൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അടുത്ത് കുറേ സ്നേക്ക് പ്ലാന്റുകളുണ്ട് കേട്ടോ. വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകളുണ്ട്, സാധാരണ സ്നേക്ക് പ്ലാന്റുകളുണ്ട്, വെരിഗേറ്റഡ് ഇനോ ഉണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ സെറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്ട് വീഡിയോ. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡുമ്മ സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഈ സ്നേക്ക് പ്ലാന്റ് സാധാരണ കാണുന്ന സ്നേക്ക് പ്ലാന്റാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ശരിയായ പേര് സാൻസിവേരിയ എന്നാണ് കേട്ടോ. ഇത് അസ്പരാഗേസിയ ഫാമിലിയാണ്. ഈ സ്നേക്ക് പ്ലാന്റിനെ പല പേരിലും അറിയപ്പെടും. സർപ്പപ്പോള, വിഷപ്പോള എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. സർപ്പപ്പോള എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ഉരിഞ്ഞിട്ട തോല് പോലെ തോന്നും. നമുക്കിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് യെല്ലോ കളറ്, സൈഡിൽ യെല്ലോ കളറുള്ള സ്നേക്ക് പ്ലാന്റ് ഇത് കണ്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇച്ചിരി ഡിമാൻഡുള്ളൊരു ചെടിയാട്ടോ. ഇനി ഈ സ്നേക്ക് പ്ലാന്റ് സിൽവർ കളറിലുള്ളത് കണ്ടോ, സിൽവർ കളറിലുള്ള സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഈ കാണുന്നതൊക്കെ സാധാരണ സ്നേക്ക് പ്ലാന്റ് ആട്ടോ. സാധാരണ ഇവിടെ പറമ്പിലും തൊടിയിലൊക്കെ നിൽക്കുന്ന സ്നേക്ക് പ്ലാന്റ്, ഒരു ഡിമാൻഡ് ഉള്ളതല്ല. പിന്നെ ഇത് വളർത്താനും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇതിന് വലിയ കീടശല്യങ്ങളും ഇല്ല. അങ്ങനെയുള്ളൊരു ചെടിയായിട്ട് ഇത് നമുക്ക് കുറച്ച് വേറെ വെറൈറ്റി കാണാം. ഇത് ഗ്രീൻ കളറിലുള്ള സ്നേക്ക് പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ വെരിഗേറ്റഡ് ഇനമാണ് ഇത്. ഇനി ഇത് നോക്കിയേ, ഇത് വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഇലകളൊക്കെ വളരെ നേരിയ ഇലകളാണ്. ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് നിറയെ തൈക്കൾ മുളച്ച് വരും കേട്ടോ. ഇതുണ്ടോ എത്ര മുളച്ച് വന്നേക്കണേ നോക്ക്. ഇതാ യെല്ലോ സ്നേക്ക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ഇനാണ് കേട്ടോ. ഇത് സ്റ്റാർ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെ ഇലകൾ സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും. ഇതിൻ്റെ വെരിഗേറ്റഡ് ഇനാട്ടോ ഇത്. ഇതൊക്കെ കുറച്ച് ഡിമാൻഡുള്ള ചെടികളാണ്. പിന്നെ ഇത് ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റ്, കിളിക്കൂട് പോലെ തോന്നൂലേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത് ഗ്രീൻ കളറിലുള്ളതാട്ടോ. സ്നേക്ക് പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നിറയെ ഓക്സിജൻ തരുന്ന ചെടിയാണ്. നാസയുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. നമുക്ക് വീടിൻ്റെ ഡൈനിങ് റൂമിലും ലിവിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാട്ടോ ഈ സ്നേക്ക് പ്ലാന്റ്. അതുപോലെ ഈ വെരിഗേറ്റഡ് ഇനം, ഈ ചെറിയ ഇനങ്ങളൊക്കെ നമുക്ക് ടീപ്പോയ്മയും നല്ലൊരു സെറാമിക് പോട്ടിൽ ടീപ്പോയ്മയും ഡൈനിങ് ടേബിളുമൊക്കെ ഈ വെരിഗേറ്റഡ് ഇനം നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇലകൾ നട്ട് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം. ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് വരുന്ന തൈക്കൾ അടർത്തിയെടുത്ത് നമുക്ക് നടാം. ഇലകൾ നട്ട് തൈക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇലയുടെ അതേ ഷേപ്പ് കളറിലുള്ള തൈക്കൾ മുളച്ച് വരണം എന്നില്ല കേട്ടോ. അതേസമയം തൈക്കൾ നട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കുള്ള തൈക്കൾ കിട്ടും. ഇത് കോപ്പർ ടോൺ എന്ന് പറഞ്ഞ ഒരു സ്നേക്ക് പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇല നട്ടതാ ഞാൻ. ഇത് നോക്കിയേ, ഈ ഇല നട്ടതാ. അതുമേന്ന് തൈ മുളച്ച് വന്നേക്കണുണ്ട്. ഇത് അതേ കളറിലുള്ള തൈ കിട്ടി കേട്ടോ. ഉണ്ടോ, ഈ ഇല നട്ടിട്ടുണ്ടായതാ ഇത്. പിന്നെ വേറെ ഒന്ന്, ഇതിൻ്റെ ഇല നട്ടിട്ട് തൈ മുളച്ച് വന്നേണോ നോക്കി. പക്ഷേ ഈ ഇലയ്ക്ക് നല്ല വലിപ്പമായി, ഇതുപോലെയുള്ള ഷേപ്പിലുള്ള ഇലയല്ല വന്നേക്കണം. പിന്നെ ഇതുപോലെയുള്ള സ്നേക്ക് പ്ലാന്റുകളുടെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ തൈക്കൾ മുളച്ച് വരും. ഇത് കണ്ട. അപ്പം നമുക്ക് ഇത് അടർത്തിയെടുത്ത് നടാം. ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല സ്നേക്ക് പ്ലാന്റിന്. ഒരുപാട് നനയെ ആവശ്യമില്ല. നന കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കട ചീഞ്ഞു പോകും കേട്ടോ. ഞാൻ ഇതിന് കൊടുക്കണ വളം ജൈവവളമാണ്. ചാണകപ്പൊടി 6 മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കും. ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് കീടശല്യങ്ങളും കുറവാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ ചുമരിൻ്റെയൊക്കെ സൈഡിൽ, കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത്, മതിലിൻ്റെ സൈഡിലൊക്കെ ഈ സാധാരണ സ്നേക്ക് പ്ലാന്റ് നമുക്കൊരു ബോർഡർ പോലെ നമുക്ക് നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ച സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസിവേരിയ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ, പല വെറൈറ്റിയിലുള്ള സ്നേക്ക് പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം.